നിങ്ങൾ എപ്പോഴെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാൻ നോക്കിയിട്ട് എൻ്റെ പൊന്നോ ഇത് തീരുന്ന ലക്ഷണമില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതാവാം, വീഡിയോ എഡിറ്റിംഗ് ആവാം, അല്ലെങ്കിൽ കുക്കിംഗ് ആവാം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതെന്നെക്കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മളതങ്ങ് നിർത്തും. പിന്നെ നമ്മൾ വിചാരിക്കും ഈ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നവരൊക്കെ ജന്മരാ ഭയങ്കര ബുദ്ധിയുള്ളവരാണെന്ന്. സത്യം അതല്ല കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് സൂപ്പർ പവറൊന്നുമില്ല. അവർ നമ്മളെപ്പോലെയല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. അവർ വേറൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മളെയൊക്കെ പണ്ട് പഠിപ്പിച്ചതെല്ലാം ഇരുന്ന് കാണാതെ പഠിക്കാനാണ്. പക്ഷെ അത് പഴയ പരിപാടിയാണ്. ഏതൊരു കാര്യവും 80% വരെ സ്പീഡിൽ പഠിക്കാൻ പറ്റുന്ന വലിയ വലിയ കമ്പനികളിലെ സിഇഒമാർ വരെ ഉപയോഗിക്കുന്ന 3 സിമ്പിൾ ട്രിക്കുകളാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തെ ട്രിക്കിന്റെ പേരാണ് സീക്രട്ട് 20%. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം തന്നെ എടുക്കാം. ഡിക്ഷണറിയിൽ നോക്കിയാൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട്. അതെല്ലാം പഠിക്കാൻ നിന്നാൽ ഒരു ജന്മം പോരാ. പക്ഷേ അതിന് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ സാധാരണ സംസാരിക്കാൻ വെറും 2000-ഓ 3000-ഓ വാക്കുകളെ ഉപയോഗിക്കുന്നുള്ളൂ. 80-20 റൂൾ എന്ന് പറയുന്നത്. അതായത് ആവശ്യമില്ലാത്തതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. മെയിൻ ആയിട്ടുള്ള ആ 20% കാര്യങ്ങൾ മാത്രം പഠിക്കുക. ബാക്കി 80% റിസൾട്ടും അത് തരും. ഗിറ്റാർ വായിക്കാൻ പഠിക്കുമ്പോഴും ആ ബുക്കിലെ ആയിരക്കണക്കിന് കോർഡുകൾ കണ്ട് പേടിക്കണ്ട. ആകെ 4 കോർഡുകൾ: ജി, സി, ഡി, പിന്നെ ഇ മൈനർ. ഇതറിയാമെങ്കിൽ ഒട്ടുമിക്ക സിനിമാ പാട്ടുകളും നമുക്ക് വായിക്കാം. കുക്കിങ്ങിന്റെ കാര്യവും അങ്ങനെ തന്നെ. വലിയ ഷെഫൊന്നും ആകണ്ടാണ്ട. കത്തി എങ്ങനെ പിടിക്കണം, ഒരു മുട്ട എങ്ങനെ പൊരിക്കണം, ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം, ഇതറിഞ്ഞാൽ തന്നെ സംഗതി ഉഷാറായി. അപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആലോചിക്കുക, ഏതാണ് ആ മെയിൻ 20%. അത് മാത്രം പഠിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഡ്രിൽ ഡൗൺ മെത്തേഡ്. എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? നമ്മളിൽ പലരും ചെയ്യുന്നതെന്താ? ഒരു ഗെയിം കളിക്കുമ്പോൾ ലാസ്റ്റ് ബോസിനോട് തോറ്റാൽ നമ്മൾ വീണ്ടും ആദ്യം മുതൽ ലെവൽ കളിച്ചു വരും. അത് വെറും സമയനഷ്ടമാണ്. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ബോസിനെ ഫൈറ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഗെയിം സേവ് ചെയ്യും. എന്നിട്ട് ആ ഫൈറ്റ് മാത്രം 20 പ്രാവശ്യം അടുപ്പിച്ച് കളിക്കും. കാർ ഓടിക്കുമ്പോൾ പാർക്ക് ചെയ്യാൻ മാത്രം അറിയില്ലെന്ന് വിചാരിക്കുക. അതിന് ടൗൺ മുഴുവൻ വണ്ടി ഓടിച്ചു നടക്കരുത്. ഏതെങ്കിലും ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ പോയി 2 കല്ല് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആ പാർക്കിംഗ് മാത്രമായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. മടുക്കുന്നത് വരെ അതുതന്നെ ചെയ്യുക. ആ വീക്ക്നെസ് മാറിയാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. മൂന്നാമത്തെ ട്രിക്ക്, സീ 1, ഡു 1, ടീച്ച് 1. മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണിത്. ഉദാഹരണത്തിന് സൈക്കിളിന്റെ ടയർ പഞ്ചർ ഒട്ടിക്കണം എന്ന് വിചാരിക്കുക. 1. ആദ്യം അത് ചെയ്യുന്ന വീഡിയോ കാണുക. നോട്ട്സ് ഒന്നും എഴുതണ്ട, വെറുതെ കണ്ടാൽ മതി. 2. വീഡിയോ കണ്ട് അതുപോലെ തന്നെ കിടന്നുറങ്ങരുത്. അപ്പോൾ തന്നെ പോയി സൈക്കിളിൽ അത് ചെയ്തു നോക്കണം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. 3. ഇതാണ് മെയിൻ. പഠിച്ച കാര്യം കൂട്ടുകാരനോടോ അല്ലെങ്കിൽ വീട്ടിലെ പട്ടിയോടോ പൂച്ചയോടോ എങ്കിലും പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഒരു കാര്യം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അത് നമ്മുടെ തലയിൽ ശരിക്കും സേവ് ആകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ശരിക്കും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. മെയിൻ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, വീക്കായ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് സെറ്റാക്കുക, പഠിച്ചത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ. ബൈ.